നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ, സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷണം കൂടിയുണ്ട് നമ്മുടെ ഈ ചാനൽ. അപ്പോൾ ഇന്നലെ ഇത് പുതുവത്സര ആശംസകൾ ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും മൊയ്തീൻ ഷായുടെയും ഷാ വിഷൻ്റെയും സർവ്വവിധ ആശംസകളും മംഗളങ്ങളും നേരുന്നു. ബഹുമാന്യരെ, ഇന്നലെ നമ്മൾ പറഞ്ഞു UDF ചില നേതാക്കളെ കുറിച്ച് പറഞ്ഞത് അല്പം കടത്തുപോയി എന്നും നിങ്ങളിപ്പോൾ ഒരു ചെറിയ മനുഷ്യൻ ഇത്രയൊന്നും കർശനമായിട്ടോ ഇത്രയൊന്നും ഗൗരവത്തിൽ പറയാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞാൻ 100% അംഗീകരിക്കുകയാണ്. പക്ഷെ ആത്മാർത്ഥ അല്പം കൊണ്ടുപോയി, ബോധം കൊണ്ടുപോയി. ആത്മാർത്ഥ ഇല്ലാതിരിക്കുകയും ബോധം മറിഞ്ഞു പോവുകയും ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും പറയില്ല, പിന്നെ ഭ്രാന്ത് പിടിച്ച് നടക്കും. എന്തുമായിട്ട് അതാണ്. ഇപ്പം അതുപോലെ LDF കുറിച്ചാണ് പറയാനുള്ളത്. LDF കുറിച്ച് ഞാൻ സൂചിപ്പിന് മുമ്പായിട്ട് ഇന്നത്തെ നമ്മൾ വിഷയം അതൊന്നുമില്ല. ആരാവല്ലി മല നിരകൾ ഇടിച്ചു നിരത്താനുള്ള സുപ്രീം കോടതിയുടെ അനുവാദവും കേന്ദ്ര ഗവൺമെൻറ് സപ്പോർട്ടിനെ കുറിച്ചാണ് ആ വിഷയം എന്ന് പറയാനുള്ളത്. വളരെ ചുരുക്കി പറയുകയും ചെയ്യും. ആമുഖമായിട്ട് LDF കാര്യം. 100 നേതാക്കളുണ്ട് ലോകത്ത്. കഴിഞ്ഞ യുഗങ്ങളിൽ പ്രധാനപ്പെട്ട 100 നേതാക്കളുടെ 100 മഹാത്മാക്കൾ, നേതാവ് അതിൽ ഒരാളാണ് ഗുരുദേവൻ. സംശയം തിരുത്താം, തെറ്റടി നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണം. എൻ്റെ അറിവ് പരിമിതമാണ്. അതിൽ 100-ൽ ഒരാളാണെന്നാണ് എൻ്റെ അറിവ്. അങ്ങയുടെ ഗുരുദേവൻ്റെ ആശയ സംഹിത, ആശയ ആദർശങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു സംഘടനയുടെ പ്രധാനി എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ സാറിനോട് അങ്ങേയറ്റം ഞാൻ അപേക്ഷിക്കുകയാണ്. സാർ, അങ്ങയ്ക്ക് തെറ്റുപറ്റാം, മനുഷ്യ സഹജമാണ്. അങ്ങേപോലെ ഞാൻ പറഞ്ഞ 2 പേരുണ്ട്, PC ജോർജും പിന്നെ വെള്ളാപ്പള്ളി സാർ. 2 പേരും നിഷ്കളങ്കരാണ്, മഹാവിഡ്ഢികളും മണ്ടന്മാരുമാണ്. അവരിയ്ക്കുന്ന കാശിന് വലിപ്പറിയാൻ സംസാരിക്കും. ഞാൻ പറയാൻ കാരണം, ഗുരുദേവൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന വെള്ളാപ്പള്ളി നടേശൻ സാറ് വർഷങ്ങളായിട്ട് 30-35 വർഷമായിട്ട് ആ കസേരയിരിക്കുമ്പോഴേ ആ കസേരക്കൊരു ബലമുണ്ട്. അത് കുമാരനാശാനും ഡോക്ടർ പൽപ്പും ഒക്കെ ഇരുന്ന കസേരയാണ്. കള്ളക്കടത്തുകാരൊന്നും അല്ല ഇരുന്നത്. എന്തുകൊണ്ടാണ് LDF പ്രത്യേകിച്ച് പിണറായി സഖാവിന് ജനങ്ങൾ വെറുക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാൻ LDF നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ആൾ തന്നെയാണ്. പിണറായി സഖാവിനെ അങ്ങേറ്റം ബഹുമാനിക്കുന്ന ആളുമാണ്. ബഹുമാനിക്കാൻ പല കഴിവും അദ്ദേഹത്തിന് ഉണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായി മറ്റാരോ സമ്മർദ്ദങ്ങൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിൽ ചില നിലനിൽപ്പിന് വേണ്ടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത്ര കാണുന്നത്. എൻ്റെ പിണറായി സഖാവെ, SNDP ഈ കേരളത്തിൽ ഈഴവ സമൂഹമാണല്ലോ. അത് 80% വോട്ടും കർഷകങ്ങളായിട്ട് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അതിത് കാര്യമായിട്ട് പോയിട്ടില്ല. അത് കളയാനോ അല്ലെങ്കിൽ 10 വോട്ട് തിരിച്ചു കൊണ്ടുവരാനോ വെള്ളാപ്പള്ളി വിചാരം നടക്കില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ മണ്ടനെ ചുമക്കുന്നത്? അതിന് കാരണം പിണറായി സഖാവിനോട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം, ഇന്ന് വാർത്താ ചാനൽ സംസാരിച്ചിരിക്കൽ മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ SNDP ഒറ്റ സ്കൂൾ പോലുമില്ല. അപ്പോൾ സ്ഥലം വാങ്ങിക്കൽ അനുവാദം കൊടുക്കില്ല. അപ്പം ആ പത്രപ്രവർത്തകൻ ചോദിച്ചു, ആരാണ് അനുവാദം തരേണ്ടത്? അപ്പം മഹാനായ മണ്ഡനായ വെള്ളാപ്പള്ളി സർക്കാരാണ്. ഡബിൾ കറക്റ്റ്. 9 വർഷമായിട്ട് 10 വർഷമായിട്ട് ഭരിക്കുന്ന സർക്കാർ ആരാണ്? പിണറായി സർക്കാരാണ്. എന്തേ നിങ്ങൾ തുടങ്ങാത്ത? 10 വർഷം കഴിഞ്ഞില്ലേ, ആയില്ലേ? അതല്ല, പണ്ടുള്ളവർ അതാ പറഞ്ഞത്. മണ്ടന്മാർക്ക്, അതായത് പണ്ടൊരാള് ഈ അലസന്മാർക്ക് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു രാജാവ്, എല്ലാവരും വന്ന് അവാർഡ് വാങ്ങിക്കാൻ വന്നു. അപ്പോൾ രാജാവ് ചോദിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ വരാൻ? ഇവിടെ അപ്പുറത്തൊരു കോയക്കുട്ടിയുണ്ട്, അത് നമ്മളടുത്ത്, അവന് അതുപോലും പറ്റൂല, അത്ര മടിയാ. ബുദ്ധിമാനെ രാജാവ് എന്ന് പറഞ്ഞ്, ശരി വിളിക്കവരെ, അവന് കൂടെ പോകാണ്ട്. മറ്റുള്ളവർ വേഗം വന്ന് വാങ്ങിക്കാൻ നോക്കി മത്സന്മാർക്ക്, ഇവന് അതുപോലും പറ്റില്ല. അപ്പോൾ ഏറ്റവും വലിയ അലസൻ ആരുടോ രാജാവേ? ജനങ്ങളെ വരാതിരുന്ന ആളല്ലേ. അതുപോലെ വെള്ളാപ്പള്ളി മടയൻ മാത്രമല്ല, വീട്ടിൽ മാത്രമല്ല, വെറും പാവമാണ്. യാതൊരു കളങ്കും മനസ്സിലാത്ത ആളാണ്. ആരോ പറയുന്നത് ഏറ്റു പറയാണ്. ഇത് ഈഴവ സമുദായത്തോട് പറയാനുള്ളത്,
ഈഴവ സമുദായം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കേരളത്തിൽ പ്രമുഖ സമുദായമാണ്, പ്രബല സമുദായമാണ്, പ്രമുഖവും പ്രബലവുമാണ്, ഗുരുദേവന്റെ ആൾക്കാരുമാണ്. ബുദ്ധിരാക്ഷസന്മാരെ വിഹാരംഗമാണ് SNDP അല്ലെങ്കിൽ ഈഴവ വിഭാഗം. നിങ്ങൾ ആരും കേൾക്കിട്ട് നിങ്ങൾക്ക് ഒരു കുറച്ച് ലജ്ജ തോന്നില്ലേ? കുറെ വർഷങ്ങൾ വെള്ളാപ്പള്ളിയുടെ സംസാരത്തിലും അറിവില്ലായ്മ ഒരു കുറ്റമല്ല, പക്ഷെ അത് ഭൂഷമാക്കുന്നത് തെറ്റ്. അത് ഭൂഷമാക്കല്ലേ? അതിന് 9 വർഷമായിട്ട് ഭരിക്കുന്ന LDF ഗവൺമെന്റ് പിണറായി സംഘം അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്ത്, എന്നിട്ട് സുഹൃത്തുക്കൾ അനുഭവിക്കുന്നില്ല. പണ്ടും കണ്ട് ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ UDF കൊടുത്തില്ല പരാതിയാ. അതുകൊണ്ടൊക്കെയാണ് ഉമ്മൻചാണ്ടി പിണറായി സഖാവിന് ജനങ്ങൾ വെറുക്കും, അകന്നു പോന്നു. ഇത് CPI വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ഭരണകൂട ഭീകരതയില്ല, ഭരണകൂട വിരുദ്ധതയുണ്ട്. CPM സമ്മതിക്കാൻ തയ്യാറില്ല. തന്നെയല്ല വെള്ളപ്പള്ളി വേറൊരു കാര്യം പറഞ്ഞു. LDFന്റെ ആഭ്യന്തര കാര്യമാണ് CPIയെ കുറിച്ച് സംസാരിക്കുന്നുള്ളൂ. ആ CPI പോലും പിണറായിക്കെതിരെ അതേപോലെ മറ്റും മോശമായിട്ട് പറഞ്ഞത്. അതും കടത്തി പറയണ്ട. പിണറായി സഖാവ്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളാണ് ഇനി നേതൃത്വം കൊടുക്കുന്നെങ്കിൽ മറ്റൊരു പ്രത്യേകം ഒന്നും നടന്നില്ലെങ്കിൽ LDFന് ഭരണം കിട്ടാൻ ഒരു സാധ്യതയില്ല. ഒറ്റ കാര്യം ഇത് തന്നെയാണ്, ഈ വെള്ളാപ്പള്ളിയുടെ പൊക്കി പിടിക്കലാണ്. കെട്ടവൻ ഇട്ടവനും കെടും. ഒരു പഴഞ്ചൊല്ലുണ്ട് വെള്ളാപ്പള്ളി പിണറായി സാറേ, കെട്ടവൻ ഇട്ടാൽ ഇട്ടവനും കെടും. അത് കെട്ടവനാണ് വെള്ളാപ്പള്ളി. അപ്പൊ നിങ്ങൾ അത് ഇട്ട് സ്വീകരിച്ചാൽ നിങ്ങൾ പെട്ടുപോകും. അവിടെ ആ ഒരു ബന്ധം മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് നാളെ ഒരിക്കൽ കൂടി ചാൻസ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളിയെ മാറ്റി നിർത്തും, നിങ്ങളുടെ ആളായിട്ട് വയ്ക്കില്ല. നവോത്ഥാനത്തിന്റെ ചെയർമാനായിട്ട് വെച്ച ആളാണ് ഇത്രയും വർഗീയത വളരെ മ്ലേച്ഛമായ രീതിയിൽ പ്രസംഗിക്കുന്നത്. ഒരു മതസംഘടനയാണോ SNDP? ഒരു സാംസ്കാരിക സംഘടനയല്ലേ? ഒരു മതസംഘടന വർഗീയവാദം പറയാം. ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു സാംസ്കാരിക സംഘടനക്കൊന്നും അങ്ങനെ വർഗീയം പറയാൻ പോകും. എന്തിനുള്ള പിണറായി സംഘം മനസ്സിലാക്കാത്തത്? നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങളുടെ ബുദ്ധിക്ക് എന്താ പറ്റിയത്? ഇത്രയും മരയിക്കാൻ കാരണം എന്താണ്? നിങ്ങളാകെ കിണഞ്ഞു കിടക്കുക, നിങ്ങൾ ആകെ ആപ്പിളിൽ കിടക്കുകയാണ്. നിങ്ങളെ പറ്റിച്ച് ഇപ്പോൾ ചില വിഭാഗങ്ങൾ. നല്ലൊരു മനുഷ്യൻ, നല്ല നേതാവായിരുന്നു പിണറായി സംഘം, നല്ല ധീരനായിരുന്നു, അതൊക്കെ സംശയമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ കഴിവിനെ ചില വിഭാഗം ചൂഷണം ചെയ്ത് നിങ്ങളെ കുപ്പിയിലാക്കി. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലരൊക്കെ സംസാരിക്കുന്നത് ഇടപെടേണ്ടി വരുന്നു. അത് അറിഞ്ഞുകൊണ്ടല്ല, ഇഷ്ടപ്പെട്ടുമല്ലെന്ന് വീണ്ടും ബോധ്യം മൊയ്തീൻ ഷാക്കുണ്ട്. അൻവർ എംഎൽഎ അങ്ങൊരു വർഗീയവാദിയിൽ ആർസുകാരനോ ആർസ് അനുഭവിക്കുന്നു ഞങ്ങൾ ഒരിക്കലും പറയില്ല. പക്ഷെ നിങ്ങൾ അതിൽ പെട്ടുപോയി, എന്തോ ആട്ടെ. അതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ ഇന്നത്തെ ഒരു പ്രസ്താവന മാത്രം മതിയല്ലോ. അയാൾ മണ്ടനും വിധിയും പാവം ശുദ്ധമാണ്, മറ്റാർക്ക് വേണ്ടി കുഴലുന്നത്. അപ്പം അതുകൊണ്ട് പിണറായി സഖാവും പിണറായി സഖാവും ഈ വെള്ളാപ്പള്ളിയായിട്ടുള്ള ആ ബന്ധം പടം കണ്ട. അദ്ദേഹം 85-90 വയസ്സുള്ള ആൾ, ഒരു സംഘടന നേതാവ്. അദ്ദേഹത്തെ നമ്മൾ അത് അച്ഛൻ സ്ഥാനം, അമ്മയ്ക്ക് സ്ഥാനം, ഭാര്യയുടെ സ്ഥാനം, ഭർത്താവ് സ്ഥാനം, ഇതെല്ലാം കൂടി ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഒരു SNDPയുടെ നിലവിൽ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലുണ്ടെങ്കിൽ ആ രീതിയിൽ അങ്ങ് ബന്ധപ്പെട്ടു. അതിൽ കവിഞ്ഞുള്ള ഒരു ആധികാരികമായോ അല്ലെങ്കിൽ പേഴ്സണായിട്ട് ബന്ധം വച്ചാൽ സത്യം പറയുന്ന മൊയ്തീൻ ചോദ്യം, ഞാൻ അങ്ങയുടെ ശത്രുവല്ല, CPMന്റെ പോലും ശത്രുവല്ല. CPM നശിക്കാൻ പാടുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്, എപ്പോഴും പറയുന്നത്. കാരണം CPM നിലനിൽക്കണം, അത് ആവശ്യമാണ്. ഇത് നിങ്ങൾ ആപത്തിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിൽ കിടക്കാം. ഇപ്പോൾ ഇറാനും അമേരിക്കയും ഇസ്രായേലൊക്കെ യുദ്ധമുണ്ടാകാൻ പോകുന്നു, തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് വാർത്തയുണ്ടെങ്കിലും ഇനിയൊരു 3ാം ലോകമഹായുദ്ധം ലോകത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്നാണ് വലിയ വിദഗ്ധന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇത് ഞങ്ങൾ 5-10 വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ്. ജീവജലമാണ്. വായു ഇല്ലാതെ ജീവിക്കാമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. വായു ഇല്ലാതെ ജീവിക്കാം, പക്ഷെ വെള്ളമേ ജീവിക്കാം. ജീവജലം, പ്രാണജലം, അതിന് പറഞ്ഞ് അമൃതം എന്നല്ല, ജീവാമൃതം എന്ന് പറയും. അമൃതം മാത്രമല്ല, ജീവാമൃതമാണ് വെള്ളം. ആ വെള്ളത്തിന് വേണ്ടിയായിരിക്കും ഈ ലോകത്ത് യുദ്ധം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ. അത് പറയുമ്പോൾ വെള്ളത്തിന് പ്രാധാന്യം. ഇത് ഞാൻ പറയാൻ കാരണം, ഞാൻ ജനിച്ചു വന്നത് ചെമ്പറക്കി ഭാഗത്താണ്, ആലുവ അടുത്ത ചെമ്പറക്കി. അവിടെ ചെമ്പറക്കിയിൽ വലിയൊരു കുന്നുണ്ടായിരുന്നു. ആ കുന്നെല്ലാം ഇടിച്ച് മണ്ണെടുത്ത് മാറ്റി റോഡ് ലെവലാക്കി. ഒരു ഭാഗം വാട്ടർ ടാങ്ക് ഇരിക്കുന്നുണ്ട്, അത് മണ്ണെടുക്കാൻ പറ്റില്ലല്ലോ, ഗവൺമെൻറ് ഉടമയിലേ. ബാക്കിയെല്ലാം വിറ്റ് കാശാക്കി. അതിൽ ഞാൻ ഒഴിച്ച് എല്ലാ രാഷ്ട്രീയക്കാരും ചെന്ന് 1000, 5000, 10000 ഒരു വാങ്ങിക്കുകയും ചെയ്തു. നമ്മൾ പോയിട്ടില്ല അവിടെ. നമ്മൾ ആരോട് പ്രത്യേകം വാങ്ങിക്കാറുമില്ല.
പക്ഷേ അന്ന് ഞങ്ങൾ എൻ്റെ നാട്ടുകാരോട് ഞാൻ പറഞ്ഞു, നിങ്ങളിവിടെ ചെക്ക് ഡാം നടക്കാവ്, ഇപ്പം പുറത്തുള്ളവർക്ക് അറിയില്ല, ആൾക്കാർ നടക്കാവുന്ന കൈതക്കുളം പഞ്ചായത്ത് റോഡ്, മൊയ്തീൻ ഷാ റോഡ് എന്നാണ് പേര്. ആ റോഡ് വെച്ച് ഒരു 3 അടി അല്ലെങ്കിൽ 4 പൊക്കത്തിൽ ഒരു ബണ്ടുണ്ടാക്കി അത് റോഡാക്കി അവിടെ ഒരു സ്ലൂയിസൊക്കെ വെച്ചിട്ട് പൊക്കിക്കഴിഞ്ഞാൽ ഒരു 4 അടി വെള്ളം കിടക്കും. അവിടെ വെള്ളം കിടന്നു കഴിഞ്ഞാൽ ആ ഉറവെടുക്കും, നീരുറവുണ്ടാവും, ആ പ്രദേശം എല്ലാം വെള്ളത്തിൻ്റെ ക്ഷാമം തീരും. ഇന്ന് 1965 ഉദ്ഘാടനം ചെയ്ത 1965 ഉദ്ഘാടനം ചെയ്ത പെരിയാർ വാലി ഇറിഗേഷൻ പ്രൊജക്ട് കേവലം ഒരു 6 കോടി രൂപയാണ് അതിൻ്റെ അടങ്കൽ തുക. 6 crore only, 6 കോടി. അതിൻ്റെ മഹത്വം ഗുണമാണ് ഇന്ന് ഞങ്ങളുടെ മേഖല എന്ന് ചെമ്പറയ്ക്ക് വാഴ മുകളിലെ 100 കണക്കിന് ഏക്കർ സ്ഥലത്ത് ജലാംശവും കുടിവെള്ളവും കിട്ടുന്നത്. ഇപ്പം ഏതായാലും 2-3 ആഴ്ചയായിട്ട് വെള്ളം വന്നിട്ടില്ല, അവിടെ കുടിവെള്ളം ഇല്ല എന്നൊരു പരാതിയൊന്നും വെള്ളം ഇന്നലെ തുറന്നു വിട്ട്. ഞങ്ങളും അതിൽ ബന്ധപ്പെട്ട് പറയേണ്ടി വന്നു, കുടിവെള്ളം ഇല്ലാത്തതിന് പേരിൽ. അതിപ്പോൾ മിനിയാന്ന് വെള്ളം വന്നു. മിനിയാന്ന് വൈകിട്ട് വളഞ്ഞിറങ്ങി കൂടി ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ കണ്ടു വെള്ളം വന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞതിൻ്റെ ഫലം കിട്ടി, ഓക്കെ. പക്ഷെ ഞങ്ങളുടെ നാട്ടുകാർ ജനങ്ങൾ അത് വേണ്ടത് എല്ലാവർക്കും ചിലർക്ക് മനസ്സിലായി, പക്ഷെ ആരും മുൻകൈ എടുത്തില്ല. ഇന്നിപ്പോൾ എന്താണ്, ചെമ്പറയ്ക്കിലും മല കുന്ന് ഇടിച്ച് നീരുറവയില്ല. പെരിയാർ വാലിയിലെ വെള്ളം വന്നില്ലെങ്കിൽ 2 ആഴ്ച കിട്ടില്ലെങ്കിൽ 3-ാം ആഴ്ച കിണറെല്ലാം പറ്റും. ഇനി പെരിയാർ വാലിയിൽ വെള്ളം വേണമെങ്കിൽ ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം ഉണ്ടാകട്ടെ. ചില മഴക്കാലത്ത് വെള്ളപ്പൊക്കം നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞാൽ വെള്ളത്തിന് ഷോർട്ടേജാണ്. ആ 2-3 മാസം കഴിഞ്ഞ് ഇടുക്കിയിലേക്ക് വെള്ളം വളരെ താഴെ പോകുന്നുണ്ട്. അപ്പം അതൊക്കെ നന്നാകണം. നിലനിൽക്കണമെങ്കിൽ കുന്നുകൾ, താഴ്വാരങ്ങൾ, സമതലങ്ങൾ ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചാൽ, പ്രകൃതി സൃഷ്ടിച്ചാൽ അത് അങ്ങനെ തന്നെ നിൽക്കണം. ഇന്ന് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുക. ഞാൻ ബേസിക്കലി അധ്യാപകരുടെ ഒരു ആമുഖമായിട്ട് പറഞ്ഞു. വിഷയത്തിൽ കിടക്കുക ആരാവല്ലി, ഗുജറാത്ത്, രാജസ്ഥാൻ, ഡൽഹിയൊക്കെ ചേർന്നുള്ള സ്ഥലമാണ്. ആരാവല്ലി മലനിരകളിലെ ഉയരം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആദ്യമല്ല, കാരണം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും, നമ്മളും ആദ്യമായിട്ട് കേൾക്കും. പക്ഷെ എവറസ്റ്റ് നിങ്ങൾ കേട്ടണം. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം ഏതാണ്ട് 10 കിലോമീറ്റർ, 9 കിലോമീറ്റർ. ഇതതിൻ്റെ 5-1, 5-1 2 കിലോമീറ്റർ ഏകദേശം ഉയരമുള്ള മലകളാണ് ഈ ആരാവല്ലി. അത് ധാതു നിക്ഷേപം കുന്നുകൂടി കിടക്കുന്ന സ്ഥലമാണ്. അത് എടുക്കാൻ കോർപ്പറേറ്റുകൾക്ക് അനുവാദം കൊടുത്ത് ഗവൺമെൻറ് കോടിയും താൽക്കാലികമായിട്ട് അതിന് അനുഭവം കൊടുത്തത്. ആ മണ്ണെല്ലാം നിർത്തി അവിടെ ചെമ്പുണ്ട്, സ്വർണ്ണോ, പിന്നെ ഒരുപാട് ധാതു നിക്ഷേപങ്ങളുണ്ട്, എടുക്കുകയാണ്. ഇത് എടുത്തെടുത്ത് കഴിഞ്ഞാൽ അവസാനം വെള്ളമില്ലെന്ന് മാത്രമല്ല, സഹാറ മരുഭൂമി അറിയാലോ, സഹാറ മരുഭൂമി ഇന്ത്യയിലല്ല, ആഫ്രിക്കയിൽ. ഇന്ത്യയിൽ മരുഭൂമിയുണ്ട്, താർ മരുഭൂമി. അവിടെ നിന്നൊക്കെ ചൂട്, ഇപ്പം തന്നെ ചൂട് കാറ്റും വന്നാണ് ഡൽഹിയിൽ ശക്തമായ ചൂട് വരുന്നത്. പിന്നെ മലിനമാകുന്നു, വായു മലിനമാകുന്നതൊക്കെ പല കാലങ്ങളും ഉദാഹരണം. അത് അവിടെ നിന്നൊക്കെ തടഞ്ഞു നിർത്തുന്നത് ഈ മലനിരകളാണ്. അത് തന്നെ നമുക്കറിയാമല്ലോ. എന്താണ് തമിഴ്നാട് ഇതിൻ്റെ കുറച്ചുകൂടെ മാറുമ്പോൾ അവിടെ മധുര പോലുള്ള സ്ഥലത്തൊക്കെ ചുട്ടുപൊള്ളുന്നു, മഴയില്ല, നമുക്ക് മഴ കിട്ടും. അത് സാമാന്യം അറിയാലോ നിങ്ങൾക്ക്. സഹ്യാദ്രി സാനുക്കൾ മലകളിൽ തടഞ്ഞു നിർത്തും മേഘം, അതാണ് നമുക്ക് മഴ പെയ്യുന്നത്. പിന്നെ കിഴക്കുന്ന എന്താണ് തുലാവർഷം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് തടഞ്ഞു നിർത്താണ്. അതുപോലെ ഡൽഹിയിൽ മഴ അധികം ഇല്ലല്ലോ, മഴ കുറവാണ്. അതുപോലെ ഈ താർ മരുഭൂമി പോലെ സ്ഥലത്ത്, രാജസ്ഥാൻ മരുഭൂമി എന്നാണ് പറയുന്നത്, താർ മരുഭൂമിയാണത്, വരുന്ന ചൂട് കാലത്ത് തടഞ്ഞു നിർത്തുന്നത് ഈ മലനിരകളാണ്. 2 കിലോമീറ്റർ ഉയരത്തിലാണ്, അറിയാലോ എൻ്റെ ഉയരം. അതെല്ലാം എടുത്തു മാറ്റും. ഒരു ഫിലോസഫി ഉണ്ട്. ഏത് വലിയ മലയാണെങ്കിലും നിരന്തരമായി കുഴിച്ചു കഴിഞ്ഞാൽ അത് താഴ്ന്നു പോകുന്നു. നമ്മൾ നോക്കും അത് വലിയ മലയാളി എങ്ങനെ തീർന്നു പോകും, ചരിത്രം ഉണ്ടായിട്ട്. അതുകൊണ്ട് BJP ഗവൺമെൻറ്, അതിന് മുമ്പൊന്ന് നരസിംഹറാവു ഗവൺമെൻറ്റൊക്കെയാണ് കോർപ്പറേറ്റുകൾക്ക് അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ ഒക്കെ വന്ന് ഗുണമുണ്ടാകും, ദൂഷ്യമുണ്ട്. ഞാൻ അതിനെ എതിർക്കുന്നില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഒരു ടെലിഫോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 15 വർഷം 10 വർഷം. അന്നൊക്കെ ഞങ്ങൾ ഈ ഫീൽഡായിട്ട് ബന്ധമുള്ളപ്പോഴേ ചില എൻജിനീയേഴ്സ്, ചില വിദേശ പറയും, അമേരിക്കയിൽ ടെലിഫോൺ നിങ്ങൾ അപേക്ഷ കൊടുത്താൽ നിങ്ങളുടെ കൂടെ വരും സാധനമായിട്ട്, അപ്പോൾ അതിന് കിട്ടും. നമുക്ക് അത്ഭുതമായിരുന്നു. എങ്ങനെ അത്ഭുതം? ഗൾഫിലേക്ക് ഒരു വീടൊന്നൊക്കെ ഒരു കാർ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതമല്ലേ. ഇന്ന് നമ്മുടെ വീട്ടിലല്ലേ, നമ്മുടെ കേരളത്തിൽ ഒരാൾക്ക് 2 കാറായി. എന്താ കാരണം? പുതിയ കാറ് വാങ്ങിക്കുകയോ പഴയ കാറ് കൊണ്ടുപോകില്ല, അതും കിടക്കും ഇതും കിടക്കും. അപ്പോൾ ഒരു വ്യക്തിക്ക് 2 കാറ്, ഗൾഫിലേക്ക് ഒരു വീടൊന്നൊക്കെ ഒരു കാറ്, വ്യത്യാസം മനസ്സിലാക്കും. അപ്പോൾ അമേരിക്കയിൽ ടെലിഫോൺ അപേക്ഷ കൊടുത്താൽ
നമ്മുടെ കൂടെ വണ്ടിയായിട്ട് വരും, അപ്പോൾ കണക്ഷൻ തരും. എന്തൊരു അത്ഭുതം, എന്തൊരു നേട്ടമാണ് ഇന്ന് ഇന്ത്യയിലും. അപേക്ഷ കൊടുക്കട്ടെ, ഒരു ഫോൺ കോൾ മതി. ഫോൺ കമ്പനിയിലേക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് ഒരു ഫോൺ കോൾ ചെയ്താൽ ഏതാനും മിനിറ്റുകൾക്കുള്ള ഒരു സാധനം ഇട്ട് വരും. അപേക്ഷ പിന്നീടാണ്. അപ്പോൾ മാറ്റം വന്നില്ലേ? അത് ബജാജ് സ്കൂട്ടർ ബുക്ക് ചെയ്താൽ 8-10 വർഷം പിടിക്കും. വിലയേക്കാൾ കൂടുതൽ മാർജിനുണ്ട്. ഇവിടെ മാരുതി കാർ ഇറങ്ങിയ സമയത്ത് 48,000 വിലയാണ്, അതിന് 50,000 മാർജിനുണ്ട്. മാരുതി കാറൊക്കെ വലിയ അത്ഭുത വസ്തുവായിരുന്നു. രാഹുൽ ഗാന്ധിയും രാജീവ് ഗാന്ധിയൊക്കെ ഇട്ട്, രാഹുൽ ഗാന്ധി അല്ല, രാജീവ് ഗാന്ധിയും പിന്നെ മറ്റേ അതില്ലല്ലോ ഒരാളത് ശ്രമം നടത്തിയത്. സഞ്ജയ് ഗാന്ധിയാണ് കൊണ്ടെങ്കിൽ രാജീവ് ഗാന്ധിയാണ് അത് രംഗത്ത് വരുത്തിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ചിത്രം സിനിമയിലെ ഒന്ന് ഊഹിച്ചു നോക്കിയത്, നമുക്ക് ചിന്തയെല്ലാം കാണാം. ഊഹിച്ചു നോക്കി ചിത്രം നേരെ സിനിമ വിജയിച്ചപ്പോഴേ രണ്ടാമത് പ്രതിഫലം ഇനാമായിട്ട് കൊടുത്തില്ല, ബോണസ് കൊടുത്ത് ഒരു മാരുതി 800 അത് പത്രത്തിൽ ഒരു മാരുതി 800 മോഹൻലാലിന് സമ്മാനം കൊടുത്തു. മനസ്സിലാക്കണോ? അന്ന് മാരുതി 800 അപൂർവമാണ്. അന്ന് ഈ അംബാസഡർക്കാരും പിന്നെ ഒരു വല്ല ഈ ചവർലെ പോലെയുള്ള ചില കാറുകളൊക്കെയാണ്, ഇമ്പാലക്കാരൊക്കെയാണ്, അത് അപൂർവം. അപ്പോൾ അതുപോലെ പരിഷ്കരണമല്ലാണ്, തെറ്റില്ല. അതുപോലെ വന്ന് പരിഷ്കരിച്ച നാടിന് ശേഷം ഇന്നിപ്പോൾ സർക്കാർ മൊത്തത്തിൽ ഗ്ലോബലൈസേഷൻ്റെയും ഭാഗമായിട്ട് കോർപ്പറേറ്റുകൾക്ക് കീഴ്പ്പെട്ടു. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞു, നിങ്ങൾ കേട്ടോളൂ. രാഷ്ട്രീയം പറയല്ല ഇത്. ആലുവയിലെ GTN കമ്പനി 50 ഏക്കറാണ്. അത് ലൂലു സാഹിബ് യൂസഫിൽ എടുത്താണ് എൻ്റെ അറിവ്. മറ്റേ ഗോകുല പിന്നെ ശേഷായി വേറെ ദിവസം ബുക്കാണ്ടിരിക്കുക, അത് ഗോകുലും ഗോപാലും ഇതെല്ലാം 100-1 വില കൊടുക്കാതെ ലേലത്തിൽ പിടിക്കുന്നത്. നമ്മുടെ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ജംഗ്ഷനിൽ ഒരു ഹോസ്പിറ്റൽ വിറ്റില്ലോ, മൂല്യത്തിന് 4 പോലും കിട്ടിയില്ല, എടുക്കാളില്ല, ലേലത്തിലല്ലേ. അങ്ങനെ 10 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഗോഡം പണിതൊക്കെയാണ് എവിടെ GTN ആലുവ. രാജഗിരി ഹോസ്പിറ്റൽ എടുത്ത് ആലുവ 3 കിലോമീറ്റർ കിഴക്കോട്ട് മാറുമ്പോൾ രാജഗിരി ഹോസ്പിറ്റൽ അടുത്തുള്ള GTN കമ്പനി, പഴയ ദുൽഖർ GT നായിഡു. അപ്പോൾ 10 ലക്ഷം 4 ബ്ലോക്കാണ്. അപ്പോൾ 40 ലക്ഷം സ്ക്വയർ ഫീറ്റാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് യൂസഫിൽ എടുത്തോടെ പേര് നമ്മൾ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടും അവിടെ വേറൊരു കോന്തൻ വരും. യൂസഫിലിന് കുറച്ചെങ്കിലും ധാരണ കൊടുക്കണല്ലോ പേരിന് വേണ്ടിയാണെങ്കിലും. അപ്പം അതുപോലെ കൊടുക്കാത്ത ഒരു കോന്തൻ വന്നേക്ക് നമുക്ക് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് നമുക്ക് പരസ്യം എതിർക്കാനും പറ്റില്ല. എന്തൊരു കാരണം, എന്നിട്ട് ഈ കർഷകരുടെ അത് ഉൽപ്പന്നങ്ങൾ മുഴുവൻ അവൻ്റെ ഗോഡൗണിൽ ഒരു യൂസഫിൽ മാത്രമല്ല 100 കണക്കിന് കോർപ്പറേറ്റുകളാണ്. ഇപ്പം നമ്മൾ ലോജിസ്റ്റിക് കമ്പനിയൊക്കെ പറഞ്ഞിട്ട് HMTയിൽ ഇയാളുടെ കമ്പനിയുള്ള അദാനിയുടെ കമ്പനി 50-150 ഏക്കറായിട്ട് സർക്കാർ കൊടുത്തിട്ടുണ്ടല്ലോ. അവിടെയും പണി തന്നെയാണ്, ഗോഡൗണാണ്. കാരണം വെള്ളം കയറുന്ന സ്ഥലം അതൊക്കെ 2008 18 പോലും വെള്ളം കയറിയില്ല. സുരക്ഷമാണ്, ഉയർന്ന പ്രദേശമാണ്. ഇവിടെ കൂടെ സ്റ്റോക്കിങ്. പണ്ട് കാലത്ത് നിങ്ങൾക്കറിയാം, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ കർണാടകം പൂഴ്ത്തിവയ്പ്പൊക്കെ തടഞ്ഞു വന്നവന് കേസെടുത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ആൾക്ക് ഇത്ര കിലോ അരിയെ സ്റ്റോക്ക് ചെയ്യാവുള്ളൂ, ഇത്ര കിലോ പയർ സ്റ്റോക്ക് ചെയ്യാവുന്നുണ്ട്, ഓരോ ഗ്രേഡ് അനുസരിച്ച് അത് ചെയ്യാവുള്ളൂ. ഇന്നല്ല, എത്ര വേണമെങ്കിലും വാങ്ങി സ്റ്റോക്ക് ചെയ്യാൻ കാശ് കൊടുത്താലും വാങ്ങിക്കുക. എന്നിട്ട് ഇവരെന്ത് ചെയ്യുമെന്നറിയോ? എൻ്റെ ശബ്ദം കേൾക്കുന്ന സാധാരണക്കാർ നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളിനി എത്ര കാലം ഇതൊക്കെ ഉപദേശിക്കാൻ. ഇത് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് മൊബൈൽ ഫോണാണ്. ഈ ഫോൺ ഏതൊരു 10,000 രൂപ വിചാരിക്കുക. എനിക്ക് വിറ്റ് തരൂ, കാശ് ആവശ്യമാണ്, ആരും എടുക്കുന്നില്ല. അപ്പോൾ ഈ കോർപ്പറേറ്റ് പോലെയുള്ള കള്ളപ്പണക്കാർ വന്നിട്ട് പറയും 5,000 രൂപ എടുക്കുക, അല്ലെങ്കിൽ വേണ്ട, എനിക്ക് കാശ് ആവശ്യമാണ്, ഞാൻ 5,000 കൊടുത്തു പോകാണ്, നിർബന്ധിതനാകും. 5,000 രൂപക്ക് 10,000 വിലയുടെ സാധനമാണ്. 5,000 രൂപ വാങ്ങിയിട്ട് ഈ കോർപ്പറേറ്റുകൾ ഞാൻ ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് പറയുന്നത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടേ. സാധാരണക്കാരെ എൻ്റെ ഇതിൽ കൂടുതൽ അധികം ബുദ്ധിമാനമല്ല. അപ്പോൾ 10,000 രൂപ വിലയുള്ള സാധനം 5,000 രൂപ വാങ്ങിയിട്ട് ഇവൻ കൊണ്ട് അവൻ്റെ ഗോഡൗണിൽ വയ്ക്കും. പിന്നെ വാങ്ങിയാൽ 20,000 രൂപ അല്ലെങ്കിൽ കൊടുക്കൂല. കൊടുക്കാൻ ആവശ്യമില്ല, അവന് കാശ് ആവശ്യമില്ല, അവിടെ ഇരുന്നോട്ടെ. പക്ഷേ ഈ സാധനം ആവശ്യമല്ലേ, ഉപഭോക്താക്കൾക്ക് ആവശ്യമാണല്ലോ. അവൻ 20,000 രൂപ വാങ്ങിക്കും. അപ്പോൾ എങ്ങനെയാണ് 5,000 × 20,000, 4-5-20. അപ്പോൾ ലാഭം എത്ര ഇരട്ടിയാണ്? 1:3, ഒരു 30 ഇരട്ടി ലാഭം. 40 ഇരട്ടി ലാഭമാണ്. സാധാരണ നമ്മൾ സാധാരണക്കാർ കച്ചവടം വാങ്ങിച്ചാൽ മാക്സിമം ലാഭം എന്ന് 20%, മാക്സിമം. അല്ലെങ്കിൽ 0.5% പോലും 1% പോലും 2% പോലും. ഇപ്പോൾ ടാറ്റയുടെ ഒക്കെ ബുക്ക് കിട്ടുന്നത് ലാഭം 0.5%. പക്ഷെ ലക്ഷങ്ങളുടെ ടേൺ ഓവറാണല്ലോ. ഇവിടെ എത്ര കിട്ടുന്നുണ്ട്? 200%. 4-20. 5 സാധനം 200% അല്ല. 5 സാധനം 10 വിൽക്കാനല്ല, 20 വിൽക്കാൻ 200 ഇരട്ടിയാണ് കിട്ടണം. അങ്ങനെ കൊള്ള ലാഭം എടുക്കും. അതുകൂടാതെ പോലെ സർക്കാരിൻ്റെ ഭൂമി എടുത്തിട്ട് ജനങ്ങളുടെ ഭൂമി സർക്കാർ എടുത്ത് അതിൽ അപ്റ്റ് ചെയ്ത് പോയിട്ട് ലേലം ചെയ്യുമ്പോൾ അതും കിട്ടും 4-1 10 വില.
അങ്ങനെ പോവാണ്. അപ്പം ഈ അരവല്ലി അതൊക്കെ താഴ്ന്നു കഴിഞ്ഞാൽ, നികന്നു പോയാൽ രാജ്യത്തിന് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും ചിന്തിക്കുന്നുണ്ട്. അദാനിയോ അല്ലെങ്കിൽ പിന്നെ മോഡിജിയോ ഷാജിയോ അവർക്ക് എത്ര കാലമുണ്ട്? കൂടി വന്നാൽ 10 വർഷം അല്ലെങ്കിൽ 15 വർഷം, ഇനി മാക്സിമം ഇവിടെ 20 വർഷം. മൊയ്തീൻ ഷായോ അതുപോലെ അത്ര പോലും ഇല്ല മൊയ്തീൻ ഷാ. അപ്പം അങ്ങനെയൊക്കെ അവർക്കായിട്ട് പോകും, ജനങ്ങൾ പോകും. പക്ഷെ വരും തലമുറയുണ്ട്. വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചാലാണ് നമ്മൾ മനുഷ്യരാവുള്ളൂ. അത് ഈ തലമുറക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വരും തലമുറക്ക് വേണ്ടി ചിന്തിക്കുകയും ചെയ്യണം. വരും തലമുറക്ക് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുള്ളൂ. ഈ തലമുറക്ക് വേണ്ടി ചിന്തിച്ചിട്ട് കാര്യമില്ല, പ്രവർത്തിക്കണം. അതാണ് വ്യത്യാസം. അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോഴും ചിന്തിക്കുക വെച്ചാൽ ഇതൊക്കെ അപകടമാണ്, നാടിനാപത്താണ്, വരും തലമുറക്ക് ക്ഷീണം. ഇപ്പം തലസ്ഥാനം മധ്യകേരളത്തിൽ വേണമെന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോൾ അത് വിഷയം മാറ്റി സെക്രട്ടേറിയറ്റ് അനക്സ് വേണമെന്നാണ്. ഇന്നിപ്പോൾ ട്രിവാൻഡ്രത്ത് വലിയൊരു ഫ്ലെക്സ് ഉണ്ട്, തലസ്ഥാനം മാറുന്നോ എന്ന്. അപ്പം ചിന്തയാണല്ലേ. അപ്പം അതൊക്കെ അതിൽ പറഞ്ഞ് 100 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് വരും തലമുറക്ക് വേണ്ടി പിന്നെ മരം ഒരു വരമാണെങ്കിൽ സെക്രട്ടറി അനക്സ് ഇരുവരമാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ആൾ കൂടിയാണ് മൊയ്തീൻ ഷാ. ആ നിലക്ക് പറയാണ്, സഹോദരങ്ങളെ, സാധാരണ ജനങ്ങളെ, ജനിച്ചു പോയി നമ്മുടെ കുറ്റമല്ല, നമ്മുടെ കഴിവേടുമല്ല. ജനിച്ചു പോയി ഓട്ടോമാറ്റിക് സംഭവിച്ചാണ്. നമ്മുടെ കഴിവാണെന്ന് പറയാൻ പറ്റുമോ? അല്ല. ഇനി നമ്മുടെ കഴിവേടാണ്, അതുമല്ല, സംഭവിച്ചു പോയി. ജനിച്ചു കഴിഞ്ഞാൽ ജീവിക്കുക എന്നുള്ള ഒരു മൗലിക അവകാശമാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്. അത്ര സുന്ദരമായ വാക്കാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശം. പക്ഷേ ഇന്ന് മൗലിക അവകാശം ഉണ്ടോ? മൗലിക അവകാശം ഉണ്ടെങ്കിൽ കുടിലാണ് താമസിച്ചെങ്കിലും ബാംഗ്ലൂർ ആയിരക്കണക്കിന് ആൾക്കാർ തെരുവിലിറക്കോ വെളുപ്പാൻ കാലത്ത്? അവരെ കൂടുതൽ എടുക്കാൻ സമ്മതിക്കാതെ ബുൾഡോസ് കഴിയോ? അപ്പോൾ മൗലിക അവകാശം പോയി. ഇതിപ്പോൾ BJP ഗവൺമെൻറ് ഭരിക്കുക മാത്രമല്ല, കോൺഗ്രസ് ഗവൺമെൻറ് ഭരിച്ചപ്പോൾ ഈ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി കൂടുതൽ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും അതിനോട് ചിന്തിക്കുകയും ചെയ്യുന്നത് മനുഷ്യ നിലയിൽ നമ്മുടെ അവകാശം, നമ്മുടെ ചുമതലയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് ചില അവകാശങ്ങളുള്ള ചില കടമകളുണ്ട്, ആ കടമകളാണ്. അത് വെച്ച് പോകുമ്പോൾ ആരാവല്ലി പോലുള്ള കുന്നുകൾ ദയവ് ചെയ്ത് അത് തകർക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ ദീർഘവീക്ഷമുള്ള ഏതെങ്കിലും ഇന്ത്യൻ പൗരനുണ്ടെങ്കിൽ അത് സമ്മതിക്കാൻ പാടില്ല. പക്ഷെ ആര് ചോദിക്കാനാ? കണ്ടില്ല, മുദ്ര തുറമുഖത്തിറങ്ങിയ ആയിരക്കണക്കിന് ടൺ കപ്പലിൽ കണ്ടെയ്നറിൽ വന്ന ആയിരക്കണക്കിന് ടൺ ഹെറോയിൻ പോലെ സാധനം, ഒരു 100 കോടി വിലയുള്ള സാധനം എവിടെ പോയി? റിസർവ് ബാങ്കിൽ വരേണ്ട പണം പ്രിന്റ് ചെയ്തിട്ട് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നോട്ട് റിസർവ് ബാങ്കിൽ എത്തിയിട്ടില്ലെന്ന് ഒരാൾ എഴുതി ചോദിച്ചു, ബോംബെയിൽ ഒരാൾ എത്താൻ. അപ്പോൾ പറയാണ്, അങ്ങനെ പ്രിന്റ് ചെയ്ത് അയക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ ഇവിടെ ഒരു എത്തിയിട്ടില്ലെന്ന്. അതൊരു ചോദ്യം, വിവരാവകാശ പ്രകാരം ചോദിച്ചതിന് ഉത്തരം കൊടുത്താണ്. എവിടെ പോയി സാറേ നമ്മുടെ ഭരണകൂടത്തിൻ്റെ ശക്തി, ഭരണകൂട സത്യസന്ധത എവിടെ പോയി? വേറെ അതുകൊണ്ട് എല്ലാം കൂടി ചിന്തിച്ചോട്ട് പറയാണ്, നമ്മുടെ സമയം തീരാൻ പോണി പറയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ തലമുറയെ നശിപ്പിക്കില്ലേ എന്ന് വിനീതമായൊരു അഭ്യർത്ഥനയാണ്. ഇപ്പം തന്നെ ചൂട് കൂടിയിട്ട് ദക്ഷിണ ധ്രുവം എന്ന് പറഞ്ഞില്ലേ, ആ ദക്ഷിണ ധ്രുവം അന്റാർട്ടിക്ക പോലെ സ്ഥലങ്ങൾ ഇതുവരെ മനുഷ്യപാത സ്പർശം ഏൽക്കാത്ത സ്ഥലമാണ്. അന്റാർട്ടിക്ക പോലെയുള്ള എന്താ 1000 അംശം പോലും ജനങ്ങൾ കണ്ടിട്ടില്ല, ബാക്കിയെല്ലാം കിടക്കുക. അത്രയും ബൃഹത്തുമായ ഈ ബ്രഹ്മാണ്ഡ കടാകത്തെ സൃഷ്ടിച്ച ദൈവം പ്രകൃതി ശക്തിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ചൂടുകൊണ്ട് ഉരുകി കടലിലേക്ക് വന്നാൽ കൊച്ചി പോലുള്ള സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളും ഭൂമിക്കടിയിൽ പോകുന്ന വർഷങ്ങൾക്കുള്ളിൽ അധികം കാലമൊന്നും വേണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്താം, നിങ്ങൾക്കറിയാലോ, ആകെ ഈ ഭൂമി എന്ന് പറഞ്ഞ ആകെയുള്ള ഭൂമിയുടെ 2 ഭാഗത്തിൽ കൂടുതൽ വെള്ളവും 1 ഭാഗം കരയാണ്. ഈ 1 ഭാഗം കരയിൽ തന്നെ വീണ്ടും കായലും മറ്റോ കിളർക്കേട്ട് കുറച്ചുകൂടി പോകും. ഈ ഇത്രയും മഹത്തായ ഭൂമിയിൽ വെറും 3% സ്ഥലത്ത് മാത്രമേ മനുഷ്യവാസമുള്ളൂ. എത്ര ഈസി, സിമ്പിൾ ക്വസ്റ്റ്യൻ. വെറും 3% ഭൂമിയിൽ മാത്രമേ മനുഷ്യവാസം, ബാക്കിയെല്ലാം വിജനമായിട്ട് കിടക്കണം. അതാക്കെതിരോട് നമ്മൾ റിസർവ് വനങ്ങൾ വയ്ക്കും പോലെ വരും തലമുറക്ക് ജീവിക്കാൻ പറ്റി. പക്ഷെ അതെല്ലാം നശിപ്പിക്കുകയാണ് ഈ ചൂട് കാരണം.
പക്ഷെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണ് മെയിൻ കാരണം. അതുപോലെ ലോക പരിസ്ഥിതി യോഗത്തിൽ കൂടിയിട്ട് അമേരിക്കയിൽ വീറ്റ് ചെയ്ത് പൈസ കൊടുക്കുന്നില്ല. അവർക്കെന്ത്? പാവപ്പെട്ട ജനങ്ങൾ അവർ കഷ്ടപ്പെടാണ്, ചക്രശ്വാസം വലിക്കാണ്. മിണ്ടാൻ പറ്റും, മിണ്ടിയിട്ട് കാര്യമുണ്ട്? ചോദിച്ച ഉത്തരവുണ്ട്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, സമ്പന്നന്മാർക്ക് വേണ്ടി. പണ്ട് രാജാക്കന്മാർ നടത്തിയെങ്കിൽ രാജാക്കന്മാർ നടത്തുമ്പോൾ കുറച്ചുകൂടി ദയവും സ്നേഹവും ഉണ്ടാവും. ഇന്നിപ്പോൾ കോർപ്പറേറ്റുകൾ വന്ന്, അല്ലെങ്കിൽ ഫാസിസം വന്ന്, മറ്റൊന്ന് യാതൊരു ദയവും ഇല്ല. അവരുടെ കാര്യം സാധിക്കുന്നുണ്ട്. അടിമത്തത്തിലേക്ക് നമ്മുടെ മാതൃരാജ്യം എന്ന് പറയുന്ന ഇന്ത്യ അടിമത്തത്തിലേക്കും രാജവാഴ്ത്തയിലേക്കും പിന്നീട് ഫാസിസത്തിലേക്കും വളരെ വേഗം മുന്നേറിക്കൊണ്ടിരിക്കുക. ഒറ്റ പോയിന്റ്, രാജഭരണത്തെ പുകഴ്ത്തിക്കൊണ്ട് രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് ജയിച്ച BJPയുടെ 50 മെമ്പർമാർ ചെന്ന് അനുഗ്രഹം വാങ്ങിച്ച പോകുന്നത്. രാജാക്കന്മാരുടെ അനുഗ്രഹം വാങ്ങിച്ചു. റോഡ് നടക്കാൻ പാടില്ല, വിദ്യ അഭ്യസിക്കാൻ പാടില്ല, ജോലി ചെയ്യാൻ പാടില്ല, ചോദിച്ചാൽ കൂലി ചോദിക്കാൻ പാടില്ല, അകന്ന് നിൽക്കണം, ഇത്രയടി അകലെ നിൽക്കണം, ചോരും അങ്ങനെയൊക്കെ നടമാടിയിരുന്ന, മോശമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഭരണാധികാരികളിലാണ് രാജാക്കന്മാർ എന്നുള്ളത്. അതിൽ രാജാക്കന്മാരെല്ലാം നമ്മുടെ അടിച്ചാക്ഷേപിക്കുന്നില്ല. കേരളത്തിലെ ഒരു ഹിന്ദു രാജാവ്, അവർ പ്രജകൾ വെള്ളപ്പൊക്കത്തിൽ കഷ്ടപ്പെട്ടിട്ട് ഹൃദയം പൊട്ടി മനസ്സുരി മരിച്ച പറഞ്ഞു. അന്നൊക്കെ ഹാർട്ട് അറ്റാക്കുന്നില്ല, മരിച്ച രാജാക്കന്മാർ. അവിടെ രാജാക്കന്മാരെ മൊത്തം ഒന്നും അടിച്ചാക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഹിന്ദു രാജാക്കന്മാർ അക്ഷേപിക്കാനോ ഞങ്ങൾ തയ്യാറല്ല. വളരെയധികം മനുഷ്യത്വമുള്ള രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്, അതൊരു സംശയമില്ല. പക്ഷേ എങ്കിലും രാജഭരണം എന്ന ജനാധിപത്യത്തിൻ്റെ പര്യായമായിട്ട് പറയാൻ പറ്റാത്ത പേരിൽ അതിനെ സ്വീകരിച്ചുകൊണ്ട് അവിടുന്ന് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ MLA കൗൺസിലർമാർ ചെന്ന് പോന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പോഴും ആ രാജവാഴ്ചയുടെ രൂപഘട്ടില്ലേ, അതൊക്കെ ഭാവിയിൽ അപകടത്തിലേക്കാണ് പോകുന്നത്. ഒരു ഏകാധിപത്യത്തിലേക്കും ഫാസിസത്തിലേക്കുമാണ് പോകുന്നത്. അതാണ് നടക്കുന്നത്. ചോദിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ, കോൺഗ്രസ് ഉണ്ടോ, BJP ഉണ്ടോ, അവരുണ്ടോ? എന്തായാലും ഞാൻ പറഞ്ഞാൽ സംരക്ഷിക്കേണ്ട കോൺഗ്രസ്സുകാർ വെളിയതിന് കാരണമാണ് BJP വന്നതെന്നു. ഞാൻ വീണ്ടും പറയട്ടെ, BJP വരുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അസൂയ അല്ലെങ്കിൽ ഇല്ല. കാരണം രജിസ്റ്റർ ചെയ്ത പാർട്ടിയാണ്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. അവർക്ക് ജനാധിപത്യം കൂടി രാജ്യം ഭരിക്കുക, അതിൽ തെറ്റൊന്നും കുറ്റം പറയില്ല. പക്ഷേ BJP അധികാരത്തിൽ വരുത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഞങ്ങൾ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടിയും ഇതുപോലെ വഞ്ചന കാണിക്കുമ്പോഴാണ് സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ മൊയ്തീൻ ഷായും ഷാബിഷ എന്ന് പറഞ്ഞ ചാനലും അത് എതിർക്കുന്നത്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.